ഗൈസ്, വെൽക്കം ടു അവരുടെ യൂട്യൂബ് ചാനലിൽ. നമ്മളോട് ട്രിപ്പ് പോയി സൈലന്റ് വാലിയിൽ ഓക്കെയാണ് കേട്ടോ. നമ്മൾ സൈലന്റ് വാലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മുക്കാലി എന്നുള്ള സ്ഥലത്ത് എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഓഫീസിൽ ഈ ഒരു സെൻറ്ററിൽ വരും. എന്നിട്ട് നമ്മളവിടെ ഓൾറെഡി ബുക്ക് ചെയ്യണമായിരുന്നു, പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചു, ഇങ്ങനെ ഞങ്ങൾക്ക് ജംഗിൾ സഫാരി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇനി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത് ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു കുറച്ച് വണ്ടികൾ അധികം അങ്ങോട്ട് പോയിട്ടുണ്ട്, തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങളെ അലോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ഏരിയ ആണ്. അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വൈബാണ്. അത് അവിടെയുള്ള ഒരു തണ്ണീർ പന്തലെന്ന് പറഞ്ഞാൽ ടീ ഷോപ്പാണ്. നമുക്ക് ടീ കുടിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓഫീസിലുള്ള അക്വേറിയമാണത്. അതിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പർ മീനുകളായിരുന്നു. നിങ്ങൾ ഒരു ടൈമെങ്കിലും ഈ ട്രക്കിംഗ് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും. അപ്പോൾ നമ്മളെ അവർ സമയമായിട്ടുണ്ട്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നമ്മളുടെ പേര്, അഡ്രസ്സ്, നമ്മൾ എത്ര പേര് പോകുന്നുണ്ട് അവരുടെ പേരെല്ലാം കൊടുക്കണം. അതിൻ്റെ ആ ഒരു ഫോമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഇതാ വണ്ടികളൊക്കെ റെഡിയായി. ഇപ്പോൾ ഞങ്ങളുടെ ജീപ്പ് വന്നു, ഞങ്ങൾ അതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ എല്ലാവരും കയറും. നമുക്ക് പിന്നെ 21 കിലോമീറ്റർ യാത്രയുണ്ട്. 21 കിലോമീറ്ററിൽ 8 കിലോമീറ്റേഴ്സ് പ്ലാന്റേഷനും, അതെ, പിന്നെ അവിടെ നിന്ന് തുടങ്ങും ഫോറസ്റ്റ് ഏരിയ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. എല്ലാവരും എന്താണ് ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് പോകുന്നത്. അതെ. പിന്നെ എല്ലാവരും പറഞ്ഞു തരുന്നത് അകത്ത് ഒരുപാട് വൈൽഡ് അനിമൽസൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ഗൈഡാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബസ്സും ഉണ്ട് കേട്ടോ, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ജീപ്പായിരുന്നു. അങ്ങനെ അവിടെ കഴിഞ്ഞ് തിരിച്ച് വരുവാണ്. അപ്പോൾ ഞങ്ങൾ പോവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവരും എക്സൈറ്റഡ് ആണ്, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും, എങ്ങനെയാണ് സൈലന്റ് വാലി എങ്ങനെയാണ് എന്നൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ശരിക്കും ഫസ്റ്റ് 8 കിലോമീറ്റർ പ്ലാന്റേഷനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ വഴിയിലൊക്കെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്തോറും നല്ല വ്യൂസാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു തണുപ്പൊക്കെ കിട്ടാൻ തുടങ്ങും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു 3:15 ആയിരുന്നു. 3:15 തുടങ്ങിയത് ഞങ്ങൾ. അപ്പോൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം സമയമാകും, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രക്കിങ്ങിനൊന്നും സമയം കിട്ടത്തില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ശരി, എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് പോകാം. മോള് പുറത്ത് നോക്കി ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഗൈഡ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. 2 ദിവസം മുമ്പ് ആന സൈഡിലൂടെ വന്നിരുന്നു, എന്നിട്ട് ആ ഭാഗം കാണിച്ചു തന്നു. പിന്നെ വഴിയിൽ ഈ ആനപ്പിണ്ടി കാണാനിടയാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലൂടെ ആന സഞ്ചരിക്കുന്നുണ്ട്. ഈ മരം പണ്ട് റെയിൽവേ ട്രാക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മരമാണ്, ആ റെഡ് കളർ മരം. പിന്നെ ഗൈസ്, ഈ മരം 200 വർഷം പഴക്കമുള്ളൊരു മരമാണ്.
ഇത് റേഞ്ച് ഓഫീസാണ് അവരവിടെ പോയി സൈൻ ചെയ്യണം. ഇവിടുന്ന് ഞങ്ങൾ സൈലൻറ്റ് വാലിയിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ടില്ല തോന്നുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് വരുന്നവരെ ഞങ്ങൾ ഇവിടെ ട്രക്ക് ചെയ്ത പോലെ അവിടെ നടന്നു. അതെ, ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് നടന്നോളൂ, ഒന്ന് നോക്കിക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇത് അവിടെ പിന്നെ അതുപോലെ തന്നെ ബേബി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവള് ഭയങ്കര എക്സൈറ്റഡ് ആണ്, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പുറത്ത് പോയപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഞങ്ങൾ അവർ വരുന്നവരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത് താഴോട്ട് ഇങ്ങനെ ഒരു വഴിയാണ്. ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെ നല്ലപോലെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ സൈലന്റ് വാലിക്ക് ശരിക്കും പ്രവേശിക്കുന്ന ഒരു ഗേറ്റ്. ഫസ്റ്റ് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് നമ്മൾ സൈലൻറ്റ് വാലിയിൽ എത്തിയിട്ടോ. സൈലൻറ്റ് വാലിയിൽ ആദ്യം എത്തിയപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനെ കുറേ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഗൈഡ് പറഞ്ഞു തന്നത് നിങ്ങൾ ഇനി ട്രെക്ക് ചെയ്യാൻ പോകുകയാണ്. പിന്നെ ഫസ്റ്റ് ഈ വാച്ച് ടവർ, ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ഇതിൽ ഫസ്റ്റ് ഞങ്ങൾ കയറാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരു പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടെ ഒരു കുന്തിപ്പുഴ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, കണ്ടോ. കുന്തിപ്പുഴ എന്ന് പറയുന്ന സ്ഥലം 1.5 കിലോമീറ്റർ അങ്ങോട്ട് താഴേക്ക് നടന്നു പോകണം. അത് പറഞ്ഞാൽ കാട്ടിൻ്റെ അകത്തിലൂടെ നടന്നു പോകണം. ഓക്കെ, ഞങ്ങളെല്ലാവരും ഫുൾ പവറോടുകൂടി നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. 1.5 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നു പോയാലാണ് ഈ കുന്തിപ്പുഴ കാണാൻ പറ്റുള്ളൂ. ആദ്യം കുന്തിപ്പുഴയിൽ ഇറങ്ങാനൊക്കെ സമ്മതിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുന്തിപ്പുഴയിൽ ഇറങ്ങാനുള്ള പെർമിഷൻ അവർ നമുക്ക് തരില്ലെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഞങ്ങൾ അങ്ങനെ നടക്കാൻ തുടങ്ങി. വഴിയിലൊക്കെ ആനപ്പിണ്ടികൾ, അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ പേടിയായി തുടങ്ങി. അവർ പറയുന്നുണ്ട് ഇതിലൂടെ ആന ഒരുപാട് പാസ് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പോകാം, ട്രക്കിംഗ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. പിന്നെ ബേബി അടക്കം ഞാനും വരുന്നുണ്ട് ഉമ്മച്ചി, ഞാൻ ഫുൾ ധൈര്യമുണ്ട് എനിക്ക്, ഞാൻ ഇറങ്ങും, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂടി. കുറേ ഞങ്ങളുടെ കൂടെ നടന്നു. എടുക്കണോ ചോദിച്ചു, വേണ്ട ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കയ്യിൽ പിടിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റാഫ് മാമ കുറച്ച് നേരം, അതായത് ഈ കുന്ന് പിന്നെ വള്ളം കയറുന്ന സമയത്തൊക്കെ മാമ അവളെ എടുത്തു. ബാക്കിയുള്ള സമയത്തൊക്കെ അവൾ ചാടി ഓടി നടക്കുമായിരുന്നു. പിന്നെ വരുന്ന സമയത്തും കുറച്ച് നേരം റൌഫ് മാമ എടുത്തു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വള്ളി, ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നടക്കുകയാണ്, പക്ഷെ എത്തേണ്ട ഒരു വഴിയും കാണുന്നില്ല. ബേബി ആണെങ്കിൽ ഫുൾ പവർ. അവൾ ഇടയ്ക്ക് ഇങ്ങനെ കുന്ന് കാണുമ്പോൾ വെള്ളമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എടുക്കുന്നേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഞാൻ നടക്കാം, ഉമ്മച്ചി ഐ ആം റെഡി എന്നെല്ലാം പറഞ്ഞ് അവൾ ഓടി ഓടി നടക്കുവാണ്. അപ്പോൾ നമ്മൾ കുന്തിപ്പുഴ എത്തി. അതിൻ്റെ സൈഡ് വ്യൂ മാത്രം നമുക്ക് കാണിച്ചു തരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സൈഡ് വ്യൂ മാത്രം കണ്ടിട്ട് തിരിച്ചു പോകുക. ഇനിയും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്, പക്ഷെ നമുക്ക് സമയം ആയി. അതുകൊണ്ട് അവർ പറഞ്ഞു തിരിച്ചു കയറാം, ഇനി വാച്ച് ടവർ ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് എന്തായാലും കുന്തിപ്പുഴയിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല.
അവർ ജസ്റ്റ് കണ്ട് തിരിച്ച് വരണം. അപ്പോൾ ഇനിയും ഇത്രയും ദൂരം, ഒരുപാട് ദൂരം ഇനിയും നടക്കാനുണ്ട്. നമുക്ക് സമയം തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ഒരുപാട് നേരമാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറി. പിന്നെ ഞങ്ങൾ പോകുന്നത് വാച്ച് ടവർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് പോകുന്ന വഴിയാണ്. അവർ നല്ല ഭംഗിയായിട്ട് ഈ ബുഷ് നന്നായി വെട്ടിയിട്ട് അവർ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഞങ്ങൾ മേലെ തിരിച്ച് കയറിയിട്ട് ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. കയറാൻ വയ്യായിരുന്നു, അത്രയ്ക്കും കാലൊക്കെ വേദന. കുറേ നടന്നത് ഞങ്ങൾ 1 കിലോമീറ്റർ, മിനിമം 1 കിലോമീറ്ററേയും ഞങ്ങൾ നടന്നിട്ടുണ്ടാവും. അതെ, പക്ഷേ ഇറങ്ങി പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കയറി വരുമ്പോഴാണ് കല്ലൊക്കെ ഇല്ല, അവിടെ കുന്നായതും കൊണ്ട് കയറാൻ കുറച്ച് പാടായിരുന്നു. അയ്യോ, ശരിക്കും ഞങ്ങൾ പാടുപെട്ടിട്ടാണ് മേലെ എത്തി. അപ്പോഴേക്കും ക്ഷീണമായി. ഞങ്ങൾ പിന്നെ പോയി ടീ കുടിച്ച് ഒരു സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വാച്ച് ടവർ കാണാൻ പോകുന്നത്. വാച്ച് ടവർ കണ്ടപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ മേലെ എത്തണം, പക്ഷേ വയ്യായിരുന്നു. പക്ഷെ അത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാകും നമുക്ക്. കാരണം എൻ്റെ ബ്രദർ മേലെ നിന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി അത്രയും നല്ല വൈബുള്ള സ്ഥലമാണ്. ശരി, നമുക്ക് കുറച്ച് റിസ്ക് എടുത്താലും കയറാം. പക്ഷെ ഞാൻ മോളെ പറഞ്ഞു, ബേബിയുടെ അടുത്ത് ഇങ്ങോട്ട് വരൂ, നീ കയറണ്ട. ഫുൾ ഓൺ. എനിക്ക് ശരിക്കും അതിശയം തോന്നി. അവൾ ചെറിയ ബേബിയല്ലേ, പക്ഷെ എന്നാലും കൂടി അവൾ ഉമ്മച്ചി ആം റെഡി ഞാൻ കയറും എന്ന് പറഞ്ഞ് അവൾ കയറി. ഈ കയറി ഓരോ ലാൻഡിങ് എത്തുമ്പോഴും എടുത്ത വ്യൂ ആണ് കേട്ടോ. ശരിക്കും മാവലസ്, അത്രയും ഭംഗിയുണ്ടായിരുന്നു. അത് എങ്ങനെ പറയാന്ന് വെച്ചാൽ നമുക്ക് റിലാക്സേഷൻ ആവും, നമ്മുടെ മൈൻഡ് മൊത്തം അത്രയും റിലാക്സ്ഡ് ആവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച്, നമ്മൾ അവിടെ നിന്ന് ട്രെക്കിങ് കഴിഞ്ഞ് വന്നതാണ്, അപ്പോൾ അത്രയും കാലൊക്കെ വേദന ഉണ്ടായിരുന്നു. ഈ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കാരണം കുത്തനെയുള്ള സ്റ്റെപ്സാണ്. പിന്നെ എൻ്റെ ബ്രദർ മോളെ പിടിച്ചു, നല്ലോണം പിടിച്ചു. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവർ 2 പേരും നന്നായിട്ട് മാനേജ് ചെയ്തു. പിന്നെ ഞങ്ങൾ മാനേജ് ചെയ്തു. അത് കാരണം കൊണ്ട് അവൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ അവളും പേടിയുണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നില്ല. അതിൽ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവൾ മാറി നിൽക്കാത്തതുകൊണ്ട്. അതുപോലെ എൻ്റെ മോനാണെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അവനും ഓടിക്കയറി. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. നിങ്ങൾ എന്തായാലും പോയാൽ ഈ വാച്ച് ടവർ മിസ് ചെയ്യരുത്. ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ്. കാരണം അത്രയും ഭംഗിയായിട്ട് നമുക്ക് അതിൻ്റെ മേലെ നിന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ ഏറ്റവും മേലെ എത്തി കേട്ടോ. മേലെ എത്തുമ്പോൾ ശരിക്കും എന്ത് ഭംഗിയാണെന്ന് അറിയോ കാണാൻ. ഞങ്ങളൊരു ഈവനിങ് ടൈമാണ്, ഒരു 5 PM. ആ സമയത്തൊക്കെ അത്രയും നല്ലൊരു കാറ്റും അതുപോലെ നല്ലൊരു തണുപ്പും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. കുട്ടികൾ ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ശരിക്കും കുറച്ച് കഷ്ടപ്പെട്ട് കയറി വന്നാലും അയ്യോ നല്ലൊരു അനുഭൂതിയായിരുന്നു. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. നിങ്ങൾ സൈലൻറ്റ് വാലിയിൽ പോവുകയാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. കാരണം ട്രെക്കിംഗ് കഴിഞ്ഞ് വരുമ്പോൾ കാലൊക്കെ വേദനിക്കും, എന്നാലും ഇവിടെ കയറണം. ഞങ്ങൾ മാറി നിൽക്കാമെന്ന് വിചാരിച്ചതാണ്, എന്നിട്ട് പോലും ഞങ്ങൾ കയറി. അത് ശരിക്കും കണ്ടറിഞ്ഞു. അത്രയും സൂപ്പറാണ്. ബേബി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതെയോ? നിനക്ക് പേടി ഉണ്ടായിരുന്നില്ല കയറുമ്പോ? സ്റ്റെപ്പ് കയറുമ്പോ പേടിയില്ല? ബേബി അവിടെ എന്താ കണ്ടത്? എന്നിട്ട് എല്ലാം കണ്ടു. മല, ചെടികള്, ആകാശം എല്ലാം കണ്ടു. ബേബിക്ക് പേടിയില്ലേ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ? ഇല്ല, എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട്. ഇതയോ? ഇഷ്ടായോ ബേബിക്ക്? ഒരുപാട് ഇഷ്ടായോ കുറച്ച് ഇഷ്ടായോ?
എന്നിട്ട് ഉമ്മച്ചി എന്നെ നല്ല ധൈര്യമായി ഗൂഗിളൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല കുട്ടിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പൈക്കൂടെ പോയി ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അതിൽ പോയി നോക്കിയപ്പോൾ ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. അതിൽ പോയി നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിൽ ചുട്ടത്തില് ഒരു ചെടിക്കായിട്ട് ഉപ്പമല് അതിൽ കയറാനാണ് പോയി. ഇപ്പൊ അമ്മല് അത് വെറുതെ എന്തിട്ട് നടന്നിട്ട് അതിൽ കയറാൻ പോയിട്ട് എന്റെ തോഷിമാമയും യാഷിമാമി രണ്ട് കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമായി. എനിക്ക് പാടിക്കലൊക്കെ പോയപ്പോ ഭയങ്കര അത്രയും നന്നായി ഇഷ്ടമായി. എനിക്കൊക്കെ എന്തൊരു നാനൊക്കെ ധൈര്യശാലിയാണ്. അതുകൊണ്ടല്ല എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഞങ്ങള് കാട്ടിന് തിരിച്ചു പോവാൻ നിൽക്കുക. ജീപ്പി കയറി നിൽക്കാണ്. ഞങ്ങൾ 5:30 ആകുമ്പോഴേക്കും ഈ കാട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 5:50 അവർ പറയുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാകും, അതുകൊണ്ടാണ് 5:30 ആകുമ്പോഴേക്കും ഇറങ്ങണം എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടങ്ങി. ഞങ്ങൾ പോകുന്തോറും ഇരുട്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ 3:15 കാടിനകത്ത് കയറിയത്. അപ്പോഴുള്ള പകൽ വെളിച്ചത്തിലുള്ള യാത്രയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ തിരിച്ച് എത്തുമ്പോൾ ഇതാണോ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ, ഇടയിലിടയിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ട്. തിരിച്ച് വരുമ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇരുട്ടിലുള്ള ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് കിട്ടി. ആ ഇരുട്ടിലൂടെയുള്ള കാട്ടിലൂടെയുള്ള യാത്രയുടെ എക്സ്പീരിയൻസും കിട്ടി. പിന്നെ ഒരു ടിക്കറ്റിന് 658 രൂപയാണ് കേട്ടോ വരുന്നത് ഒരാൾക്ക്. കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. എന്നാലും അത് എനിക്കൊരു വേർത്തായിട്ട് തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു 7:45 ആകുമ്പോൾ ഞങ്ങൾ മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പിന്നെ ഞങ്ങളവിടെ ബാത്റൂമിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. എല്ലാവരും സൈലന്റ് വാലി എക്സ്പീരിയൻസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.